ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ 65 ആണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഹോട്ട് ആൻഡ് സ്പൈസി ചിക്കൻ 65 എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കാം. അപ്പം നമ്മളിവിടെ ചിക്കൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴുകിയൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചേക്കാണ്. നമുക്കിനി അതിലേക്കുള്ള ആ കൂട്ടും തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് ചതച്ചതാണ്, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പിന്നെ 1 സ്പൂൺ കോൺഫ്ലോർ, അതുപോലെ തന്നെ 1 സ്പൂൺ അരിപ്പൊടി, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി അതെടുത്ത് 1 സ്പൂണോളം മതി നമുക്ക് ഇതിൻ്റെ ജ്യൂസ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ഗ്ലാസ് തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് വീതം ഒഴിച്ചിട്ട് ഈ മസാലകളെല്ലാം ഒന്ന് നനച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ ശരിക്കും മിക്സ് ചെയ്യാതെ അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ആ മസാല എല്ലായിടത്തും ആവുന്ന വിധത്തിലാക്കി വെച്ചിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറോളം നമുക്കൊന്നത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഫുൾ ഫ്ലെയിമിലിട്ട് വേണം നമ്മളത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലും പെട്ടെന്ന് നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങ് പോരുള്ളൂ. അപ്പോൾ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് തന്നെ നല്ല ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഹോട്ടലിൽ നിന്നത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കാരണം നല്ല ടേസ്റ്റിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മതി. ഇപ്പോൾ കോൺഫ്ലോർ ഇല്ലയെന്നോർത്ത് കുഴപ്പമില്ല, നമ്മളത് കുറച്ച് ചിലപ്പം മൈദ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത്തിരി മൈദയും 1 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെ മസാല മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കാരണം ചിലപ്പം ഈ ടൈമിലൊക്കെ നമുക്ക് കോൺഫ്ലോറൊക്കെ വാങ്ങിക്കാനൊക്കെ പോകാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അത് മൈദ ആയാലും മതി. ഫസ്റ്റ് ബാച്ച് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ മുരിഞ്ഞൊരു മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ശരിക്കും വറവായി കഴിയുമ്പോൾ എടുക്കാം നമുക്ക്. ചിക്കൻ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഹോട്ട് ആൻഡ് സ്പൈസി ചിക്കൻ 65 ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഇതിൽ പണിയുണ്ട്. ഞാനിപ്പോൾ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു 2-3 പച്ചമുളകും കുറച്ച് വേപ്പിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ വറുത്ത അതേ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഇതിനും എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല കളർ കിട്ടും.
ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് 1 സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക്, അധികം പൊടിയരുത്, ഇതേ പരുവത്തിലേ ആവാൻ പാടുള്ളൂ, അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തക്കാളി ഞാൻ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് അടിച്ച് ഒരു 3-4 ഉള്ളിയും കൂടി ചേർത്ത് അടിച്ച് വെച്ചിട്ടുണ്ട്. മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ശരിക്കും അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഇതൊക്കെ മാറി ശരിക്കും ഡ്രൈ ആയി കിട്ടുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ നല്ല ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി അരച്ചെടുത്തപ്പോൾ അതിൻ്റെ കൂടെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമായ ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനുള്ള ഉപ്പ് നേരത്തെ ചേർത്ത് ആണ് ചിക്കൻ വറുത്തെടുത്തത്. ഇതിപ്പോൾ ഇത്രയും ഗ്രേവിക്കുള്ള ഉപ്പാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ ആ വെള്ളത്തിൻ്റെ അതൊക്കെ മാറിക്കഴിയുന്നവരെ ശരിക്കും ഒന്ന് നമുക്ക് പറ്റിച്ചെടുക്കാം. ഇപ്പോൾ ശരിക്കും ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് ശരിയായൊരു ഹോട്ട് ചിക്കൻ 65ൻ്റെ ആ ഒരു ഇതിൽ വരുള്ളൂ. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ഹോട്ട് ആൻഡ് സ്പൈസി ചിക്കൻ 65 റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.